എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എന്താണ് വിശേഷം? രാവിലെ തന്നെ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. പിന്നെ എന്താണ് വിശേഷം? മഴയൊക്കെ കുറഞ്ഞു. ഞാൻ ഇന്നത്തെ വിശേഷമായിട്ടാണ് കേട്ടോ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ പുതിയതായി ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പം ഇന്നത്തെ വിശേഷം മഴക്കാലത്ത് നിങ്ങളെ ചുറ്റുപാടൊക്കെ എങ്ങനെയാണെന്ന് നോക്കല്ലേ. നിങ്ങളും ചുറ്റുപാടും മഴക്കാലത്ത് പുല്ലും കാടൊക്കെ ആയിട്ട്, പക്ഷെ പ്രകൃതി വിഭവങ്ങളോടൊക്കെ നല്ല സുന്ദരമായ ഒരു പ്ലേസ് ആയിരിക്കും അല്ലേ. മഴക്കാലത്ത് അങ്ങനെയാണല്ലോ. ഇപ്പോൾ വേനൽക്കാലത്ത് എല്ലാം വരണ്ട് കിടന്ന് അലങ്കോലമായി കിടക്കും. മഴക്കാലത്ത് നല്ല പ്രകൃതി വിഭവങ്ങളൊക്കെ നല്ല രസമാണ് കേട്ടോ. പച്ചപ്പിച്ച നമ്മുടെ സ്ഥലങ്ങളൊക്കെ കാണാം. അപ്പം ഞാൻ നമ്മൾ മോളെ മദ്രസയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ പനിയായിരുന്നിട്ട് സ്കൂളൊക്കെ ലീവായിരുന്നു. 2-3 ലീവായിരുന്നു. ഇവിടെയൊക്കെ കണ്ടോ, ഇവിടെ ഒരു വീട് കിട്ടുന്ന 2 വർഷം. എത്ര വലിയ വീടാണ് കേട്ടോ. അപ്പം അങ്ങനെയാണ് വീഡിയോ കാണാം കേട്ടോ. ചിക്കൊക്കെ കണ്ടോ, എത്ര വീണിട്ടുണ്ടറിയോ? ചിക്ക് കണ്ടത് ഇവിടെ നിന്ന് വീണതാണ് കേട്ടോ. ഇവിടെ നിന്ന് വീണതാണ്. എത്ര ചിക്ക് വീണിട്ടുണ്ട്. പക്ഷേ ഈ വണ്ടിയൊക്കെ വരുമ്പോൾ കാർ അടിച്ചു പോകുന്നുണ്ട്. ചിക്കൻ മഴ വന്ന് നോക്കും. റോഡൊക്കെ വല്ല പോയിട്ടുണ്ട്. എല്ലാം നോക്ക്. നല്ല രസമാണ് മഴക്കാലത്ത് പ്രകൃതി വിഭവങ്ങൾ. നല്ല രസമാണ് കാണാൻ. പക്ഷേ നമുക്കാണെങ്കിൽ ഇവിടെയൊക്കെ സ്ലിപ്പാകുന്നുണ്ട്. എൻ്റെ മോള് സ്ലിപ്പായി വീണിട്ടുണ്ട്. ഭയങ്കര പേടിയാണ് കേട്ടോ. പക്ഷേ ഞാനങ്ങനെ കുറച്ച് താഴെയിറങ്ങുന്ന സമയത്ത് വീണിട്ടുണ്ട്. മഴ വന്നിട്ട് അടയ്ക്കാനും കോൺക്രീറ്റ് ഇട്ട ഭാഗത്തെല്ലാം സ്ലിപ്പാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കളക്ടറേറ്റൊക്കെ അതായത് സ്കൂളുണ്ടല്ലോ, അവിടെ ചാലിയുണ്ട് അറിഞ്ഞിട്ട് കളക്ടർക്ക് നിവേദനം കൊടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ സ്റ്റാറ്റസിലൊക്കെ കണ്ടായിരുന്നു. അവരതിൻ്റെ PTA ഉണ്ട് എന്തുവാ അംഗം. അപ്പോൾ മോളെ മദ്രസയിലൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പോകുമ്പോൾ ഇവിടെയൊക്കെ പണി നടക്കുന്നത്. എന്തെങ്കിലും നടക്കാൻ പോകാൻ പറ്റിയിട്ടാ. ബസ് സ്റ്റോപ്പൊക്കെ താഴെ ആക്കി. ബസ് നിർത്തുന്നത് ഇവിടെയാണ്. എന്നാലും ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു, അത് എടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ താഴെ ഇങ്ങനെ ബസ് സ്റ്റോപ്പ് ഉണ്ടായതാണ്. ഇപ്പോൾ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു, അത് പിന്നെ ഇപ്പോൾ ബസ് നിർത്താറില്ല. താഴെ കണ്ട് നിർത്തണം. ഞാനപ്പോൾ ഈ പണി രണ്ടാമതിപ്പോൾ കിട്ടിയതാണ്. ഇൻ്റർലോക്ക് ഇവിടെ ഇടാനുണ്ട്. ഇവിടെ ഇൻ്റർലോക്ക് ഇടാനുണ്ട്. പക്ഷേ ഓട്ടോ സ്റ്റാൻഡെല്ലാം പോയി. ഇവിടെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ. ഇവിടെയൊക്കെ ആയിട്ട് കണ്ട മഴ വന്ന് നടക്കാൻ പോലും പേടിയാണ്. ബസ് സൈഡ് കൂടി വരുന്ന കേട്ടോ. നമ്മൾ ബസ്സിലൂടെ നമുക്ക് നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ബസ് നിർത്തും തന്നെ സൈഡിലോട്ടാണ്. ഇത്രയും ബുദ്ധിമുട്ടാണ്. സ്കൂൾ കുട്ടികളെല്ലാം പോകുന്ന സമയത്ത് എന്തെങ്കിലും പിന്നെ അവർ പിന്നെ പറയാതിരിക്കുമോ. ഒത്തിരി വാഹനങ്ങളാണ് ഇവിടെ. ഒരു 9:30 നമ്മൾ നോക്കണം. ഇവിടെ ഭയങ്കര ബ്ലോക്കായി കിടക്കുന്നുണ്ടാവും. ഇവിടെ ഞാൻ മദ്രസയിൽ എത്തിയട്ടാ. ഇവിടെ എന്തോ പരിപാടി നടക്കുന്നു. അവിടെ കുറേ വാഹനങ്ങളായിരുന്നു. പിള്ളേർ വെല്ലടിച്ചിട്ടുണ്ട്. ഇപ്പം ഇവിടെ സ്കൂളാണ് കേട്ടോ, നൂർ വാലി സ്കൂള്. ഇവിടെ മദ്രസ. മദ്രസ തിരിച്ചു വരുന്ന സമയത്ത് ആ വീട്ടിൻ്റെ അവിടെ മയിലുണ്ടായിരുന്നു കേട്ടോ. വീട് മയിലിപ്പോൾ ഉണ്ടാകുന്നതാണോ. അപ്പം ഞാനൊന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു, കാണിക്കാമെന്ന് വിചാരിച്ചോട്ടോ. ഞങ്ങളെ കാണുമ്പോൾ ഓടിയതാണ്. ബാഗിൽ പിന്നെ നമ്മളെ ഒരാളുണ്ടായിരുന്നു. അപ്പം എനിക്കൊരു സ്നാക്സ് ഞാനത് ഇതുപോലെയായിട്ട് ഉണ്ടാക്കിയത്. ഇതിൻ്റെ ഉള്ളിലേക്ക് മുട്ട പൊരിച്ച് ഇട്ടിട്ട് സ്നാക്സ് പോലെ ഉണ്ടാക്കി. നല്ല വേറെ ഐറ്റമായിരുന്നു. പിന്നെ രാവിലത്തെ കടി ഞാൻ പൂരി ഉണ്ടാക്കിയിരുന്നു. പൂരി, പിന്നെ എഗ് ബുർജി ഉണ്ടാക്കിയിരുന്നു. പിന്നെ ബാജി ഉണ്ടായിരുന്നു. പൂരിയും ബാജി ഉണ്ടാക്കിയിരുന്നു.
ഞാൻ രാവിലത്തെ കാര്യം എന്നറിയാം. പിന്നെ എനിക്ക് ചോറ് ഉണ്ടാക്കി കൊണ്ടുപോകണം, പിന്നെ ഉച്ചയ്ക്ക് കറിയും ഞാൻ ഉണ്ടാക്കി കൊണ്ടുപോകണം. ഇതാണ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ഡ്യൂട്ടിയിലെത്താം. പിന്നെ ഫ്രൈഡേ ആണ്. വീട്ടിലൊക്കെ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ വരുന്ന സമയത്തപ്പോൾ ആദ്യം നിസ്കരിച്ചിട്ടാണ് വരുന്നത്. പെട്ടെന്ന് ഇന്ന് ലേറ്റായിട്ടുണ്ട് കേട്ടോ. വേഗം ഒരുക്കി നിസ്കരിച്ച് പെട്ടെന്ന് വേഗം ഇറങ്ങി കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാറ്. ചെറിയ വീഡിയോസായിട്ട് തന്നെയാണ് നമ്മൾ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. അതുപോലെ കഴിഞ്ഞ വീഡിയോസും ഒരുപാട് വീഡിയോസ് അതെല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ വേറെ എന്തൊക്കെ ദിവസം എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ എനിക്കിന്ന് ഇടയിൽ തിരക്കുണ്ടോയെന്ന് അറിയില്ല. 2 ദിവസമായിട്ട് നല്ലോണം തിരക്കായിരുന്നു ഹജ്ജിൻ്റെ. അപ്പോൾ ഇത് നീട്ടി വെച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഷാല്ലാഹ് ആളുണ്ടെങ്കിൽ ചെയ്യണം. അതുപോലെ തന്നെ ഇങ്ങനെ എല്ലാവരും പഞ്ചായത്ത് ഇലക്ഷനായിട്ടുണ്ടല്ലോ. അപ്പം നിങ്ങളെ ചിലപ്പോൾ പഞ്ചായത്ത് വോട്ടർ ലിസ്റ്റിൽ നിങ്ങളുണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ 18 വയസ്സായിട്ട് വോട്ടർ ഐ ഡി ഇല്ലാത്തവർക്കും വോട്ട് ചെയ്യാൻ പറ്റും. അതിനായി നിങ്ങളെന്താ ചെയ്യണം, അടുത്തുള്ള ഏതെങ്കിലും ജനസേവന കേന്ദ്രത്തിൽ അവിടെ പോയിട്ട് നിങ്ങളെ ആരെങ്കിലും ഫാമിലിയിൽ ആരെങ്കിലും വോട്ടർ ഐ ഡി ഉണ്ടെങ്കിൽ അവരും പഞ്ചായത്തിൽ വോട്ടർ ഐ ഡി ഇഷ്ടപ്പെടുന്നതാണ്. അതുപോലെ തന്നെ അവരുടെ ആധാർ കാർഡും പിന്നെ വീട്ടു നമ്പറും ഫോൺ നമ്പറൊക്കെ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്താൽ മതി. പിന്നെ ഹിയറിങ്ങിൻ്റെ ഒരു ഡേറ്റ്, ആ ഹിയറിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾ പോയാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത് വരുന്ന ഇലക്ഷനിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റും. പഞ്ചായത്ത് ഇലക്ഷനിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ വേറെ ഇതൊക്കെ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇപ്പം നമ്മളിവിടെ ഉള്ളത്. പിന്നെ ടിക്കറ്റിൻ്റെ അങ്ങനെ വലിയ വിശേഷമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ അക്കാര്യം നിങ്ങൾ എല്ലാവരും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റും. അപ്പം പിന്നെ എനിക്ക് എൻ്റെ ചെറിയ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. വലിയ വീഡിയോസ് ഞങ്ങൾ മുമ്പിലേക്ക് വന്നിട്ട് ചെറിയ വീഡിയോസായിട്ട് കേട്ടോ ഞാൻ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. എപ്പോഴും ഞാൻ ഇറങ്ങുമ്പോഴും ഓഫീസ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് നല്ല മഴയായിരിക്കും കേട്ടോ. ഇപ്പം നല്ല വെയിൽ വന്നിട്ടുണ്ട്. കുറച്ച് ഇപ്പുറം കഴിഞ്ഞിട്ട് ബസ് സ്റ്റോപ്പിൽ എത്താറാകുമ്പോഴേക്കും മഴ പോകും. ഇറങ്ങുമ്പോൾ എല്ലാ സമയത്തും അങ്ങനെ വീട് ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോഴും അതുപോലെ തന്നെ. പിന്നെ മോൾക്കും ഇങ്ങനെ കഴിക്കുന്നതും പെട്ടെന്ന് ഞാൻ സ്കൂളിൽ അയച്ചു. മോളെ മാഷാഅല്ലാഹ് പനിയൊക്കെ കുറവുണ്ട്. നമ്മളും സേഫായിട്ടിരിക്കണം. ഇപ്പം എല്ലായിടത്തും പനിയൊക്കെ എല്ലാവരും സേഫായിട്ടിരിക്കണം കേട്ടോ. വരും. അപ്പോൾ എന്നെ വലിയ വിശേഷമൊന്നുമില്ല കേട്ടോ. ചെറിയ വിശേഷമാണ്. ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണാം കേട്ടോ. അപ്പം നമുക്ക് പുറത്ത് വെയിലൊക്കെ കാണാൻ നോക്കാം. പുറത്ത് നല്ല വെയിലാണ് കേട്ടോ. പുറത്ത് നല്ല വെയിലാണ്. അപ്പോൾ അവിടെ മരമുണ്ടോ? ആ മരം കൊത്തിയതിന് ശേഷം ഇപ്പം ഞങ്ങൾക്ക് നല്ല അപ്പുറത്തെ ഹൈവേയിലുള്ള റോഡെല്ലാം കാണാൻ പറ്റും. അവിടെ റോഡ് എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മുടെ ഷോപ്പിലേക്ക് നല്ലൊരു എന്താ വെച്ചാൽ നല്ല ഇവിടെ ഇതുപോലത്തെ ഓഫീസ് ഈ സ്ഥലത്ത് എവിടെയും ഇല്ല. ആൾക്കാർക്കും ഫോട്ടോ എടുക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ട്രെയിൻ ടിക്കറ്റിനായിട്ടും ബാക്കിയുള്ള ഇവർക്കും ഇത് നാട്ടാറുള്ള സഹായകരമാണ്. അപ്പോൾ ഇത് നല്ലൊരു കാര്യമാണ് കേട്ടോ. ഇവിടെ ഒരു ഇങ്ങനെയുള്ളൊരു ഓഫീസ് ഉള്ളത്. പിന്നെ ഹോസ്പിറ്റലുള്ളവർക്കുള്ള ഇവിടെ അടുത്ത് ഹോസ്പിറ്റലുണ്ട്. അവർക്കും എന്ത് കാര്യങ്ങൾ പ്രിൻ്റ് എടുക്കാനും ഇതൊക്കെ നല്ല കാര്യമാണ് കേട്ടോ. അങ്ങനെയാണ് ഇവിടെ ഞാൻ പഠിച്ച കോളേജാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് കാണുന്നില്ല. അവിടെ ആയിരുന്നു ഞാൻ പഠിച്ച കോളേജ്. ഇപ്പോൾ ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് കുറച്ച് അപ്പുറത്തേക്കാണ് മാറ്റിയിട്ടുണ്ട്. ആ കോളേജിൻ്റെ വീഡിയോയിലുണ്ട് കേട്ടോ. ഫസ്റ്റ് ഇട്ട ഞാൻ ആ യൂട്യൂബ് തുടങ്ങിയപ്പോൾ അപ്പോഴേ ഉള്ള എൻ്റെ വീഡിയോകളുണ്ടാവും ഞാൻ പഠിച്ച കോളേജ്. പക്ഷേ ഈ വീട്ടിൽ നല്ല രസമാണ്. നമ്മൾ യൂട്യൂബിലായിരുന്നു കേട്ടോ ഇവിടെ പഠിക്കുന്ന സമയത്ത്. ഈ പരിസരത്തായിരുന്നു ഞാൻ 5 വർഷം പഠിച്ചത്. അപ്പോൾ ഇങ്ങനെയല്ലായിരുന്നു. എത്ര വർഷങ്ങൾക്ക് മുമ്പല്ലേ, 10-15-20 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഇങ്ങനൊന്നും അല്ലായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇതിനേക്കാൾ നല്ല രസമുണ്ടായി. പക്ഷേ ഇവർക്കെന്ന് പറഞ്ഞാൽ അറിയില്ല. അപ്പം നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളല്ലേ. അങ്ങനെയാണ് കേട്ടോ. ഇവിടെ ഒരു മനുഷ്യന്മാരില്ല. എല്ലാവരും പള്ളി പോയി. ഇന്ന് ഫ്രൈഡേ അല്ലേ. അവരാരില്ല. നല്ല വെയിലാണ്. ഡ്രസ്സൊക്കെ ഉണങ്ങി കിട്ടും. അത്ര നല്ല വെയിലാണ്. ഇവിടെ പള്ളിയുണ്ട് കേട്ടോ. പക്ഷെ അവിടെ ജുമയില്ല. റഹ്മാൻ മസ്ജിദാണ് പള്ളീൻ്റെ പേര്. നല്ല കാറ്റുണ്ട് കേട്ടോ. നല്ലൊരു കരക്കാറ്റെന്ന് പറയും. അങ്ങനെ നമ്മൾ ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് വന്നു. നിസ്കാരമൊക്കെ കഴിഞ്ഞു. അപ്പം നമുക്കിപ്പം വെള്ളിയാഴ്ച കഴിഞ്ഞ് ശനിയാഴ്ച രാത്രി ഇവിടെ സലാത്തുണ്ട് കേട്ടോ. മക്കൾ പഠിക്കുന്ന അവിടെ സലാത്ത് നല്ല സലാത്ത് നല്ലൊരു ഇതാണ്. അപ്പം ഞാനിപ്പോൾ പോയി കേട്ടോ. മഴ ഇറങ്ങുന്ന സമയത്ത് മഴ വന്നു കേട്ടോ. ഇവിടെ അതിന് ഭയങ്കര ഡിസ്റ്റർബായതുകൊണ്ട് രാത്രിയൊക്കെ ഭയങ്കര പേടിയാവുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഞാൻ അങ്ങോട്ട് പോകുന്ന
റൂട്ടല്ല, ഇപ്പുറത്തെ സൈഡിലെ റൂട്ട്. ഇവിടെ ഫുൾ ഹെഡ് ലൈറ്റാണ്. നമ്മൾ രാത്രി പേടിക്കണമെന്നില്ല കേട്ടോ. ഇവിടെ മുതൽ ഇവിടം വരെ ഹെഡ് ലൈറ്റാണ്. കളിക്ക ഇവിടെ ഭയങ്കര സ്ലിപ്പാവുന്നു. കോളേജ് ഇവിടെ രാത്രി വാച്ച്മാനൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മളിനി സ്ഥലത്തിന് പോയി ഏകദേശം രാത്രി 9 മണിയാവും. കുറച്ച് ദൂരമേ ഇവിടെ നിന്ന്. ഞാൻ ഏകദേശം 1 ഇയർ ആയില്ല സ്ഥലത്തിന് പോകാൻ തുടങ്ങിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് ചോറുണ്ടാവും, അല്ലെങ്കിലും ഉണ്ടാവില്ല കേട്ടോ. എന്തെങ്കിലും സിക്കർ സ്ഥലത്തെല്ലാം ഉണ്ടായ സമയത്ത് ഉണ്ടാവും, അല്ലാത്ത സമയത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ പോകുന്നത് ഇപ്പോൾ മഗ്‌രിബ് കൊടുക്കുമ്പോൾ കുറച്ച് ലേറ്റാകുന്നല്ലോ. അപ്പോൾ സ്ഥലത്തോടെ കുറച്ച് ലേറ്റ് നിസ്കരിച്ചിട്ടെല്ലാം പോകുമ്പോൾ ഇത്രയും കാര്യങ്ങളായിട്ട് ഞാൻ നമുക്ക് വിശേഷമായി വന്നിട്ടുള്ളത്. നമുക്ക് ഇവിടെ ആ അമ്മച്ചിൻ്റെ വീട് കാണാൻ പറ്റില്ല പോകുന്ന സമയത്ത്. അമ്മച്ചിൻ്റെ വീട്ടിലേക്ക് എത്തിയട്ടാ. അമ്മച്ചിൻ്റെ വീട് ഇവിടെ ഹെഡ് ലൈറ്റ് ഇവിടെ ഹെഡ് ലൈറ്റ് പോലെ അവർ രാവിലെ കൂട്ടി എവിടെയും കിടക്കാൻ പോയിട്ടുണ്ടാവും. നമ്മൾ സ്ഥലത്തിൻ്റെ അടുത്ത് എത്താനായി കേട്ടോ. ഇവിടെ വണ്ടിയൊക്കെ വന്നിട്ട് സ്ഥലത്തിലെവിടെ ഉണ്ട്. സ്ഥലത്തിൻ്റെ അവിടെ എത്തുന്നുണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങളാട്ടോ ഞാനിന്ന് വിശേഷമായി വന്നിട്ടുള്ളത്. ഓക്കെ, ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ കേട്ടോ. ബൈ ബൈ.